NCP-യിലെ മന്ത്രിമാറ്റം സംബന്ധിച്ച് ശരത് പവാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സമവായമായില്ല. അന്തിമ തീരുമാനം കേന്ദ്ര കമ്മിറ്റിക്ക് വിട്ടു. AK സ്റ്റെഫിൻ നൽകും വിവരങ്ങൾ. സ്റ്റെഫിൻ, പാർട്ടി അധ്യക്ഷൻ ഇടപെട്ട് നടത്തിയ ചർച്ചയിലും ഈ മന്ത്രിസ്ഥാനത്തിൽ സമവായമായില്ലെങ്കിൽ ഇനി അടുത്ത ഫോർമുല ഉരുത്തിരിയേണ്ടത് കേന്ദ്ര കമ്മിറ്റിയിലാണോ? എന്തൊക്കെ ചർച്ചകൾ നടന്നു? പ്രജീഷ്, ഏതായാലും വലിയ സമ്മർദ്ദം AK ശശീന്ദ്രനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമെന്നൊരു ആവശ്യത്തിൽ തന്നെ ഇപ്പോൾ പാർട്ടിയിലെ സംസ്ഥാന നേതൃത്വം ഒട്ടാകെ ഒന്നിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വലിയ തോതിൽ ഈ സംസ്ഥാന തലത്തിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാതായതോടുകൂടിയാണ് അത് ദേശീയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഈ 4 പേരും ചർച്ച നടത്തിയത്. അതായത് AK ശശീന്ദ്രനും അതോടൊപ്പം തന്നെ തോമസ് കെ തോമസും PC ചാക്കോയും അതോടൊപ്പം ശരത് പവാറും കൂടി ഇരുന്നൊരു ചർച്ച നടത്തി. ആ ചർച്ചയിലും ഈ ഒരു ധാരണയിലേക്ക്, ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇനി ഏതായാലും ശരത് പവാറിന്റെ ഭാഗത്ത് നിന്നും വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇനി ഏതായാലും ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ശരത് പവാറാണ്. അത് പെട്ടെന്ന് ഈ 2 പേരുടെ ഭാഗങ്ങളും കേട്ടുവെങ്കിൽ പോലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, മന്ത്രിസ്ഥാനം മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉടൻ തന്നെ ആ ഒരു തീരുമാനം വരും. കേന്ദ്ര കമ്മിറ്റിയിൽ ഒരുപക്ഷെ ഇത് ചർച്ച ചെയ്തതിന് ശേഷം അതോടൊപ്പം തന്നെ ഇപ്പോൾ AK ശശീന്ദ്രൻ LDF സർക്കാരിൽ മന്ത്രിയായി തുടരുകയാണ്. അപ്പോൾ CPM-ഉമായും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒക്കെ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ, അല്ലെങ്കിൽ CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒരു പിന്തുണ ആർക്കൊപ്പമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാനില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് AK ശശീന്ദ്രനുള്ളത്. അപ്പോൾ ശരി സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ